ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പവിഴം വൈബ്സ്. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിന് വേണ്ടിയിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഒരു ഓണം ലുക്ക് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഫസ്റ്റ് തന്നെ ഞാൻ മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. ഫേസ് മോയ്സ്ചറൈസറാണ്. ഫസ്റ്റ് തന്നെ ഫേസിലോട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കൈ കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നാണ്. കാരണം എന്താ പറയുക, അത് ശരിയല്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നാലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് കൈ വെച്ച് ചെയ്യുമ്പോഴാണ്. സോ അതിന് ശേഷം ഞാൻ ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി ഫേസ് ക്രീം എടുത്തു. എന്നിട്ട് ഡോട്ടായിട്ട് എല്ലാ ഭാഗത്തേക്കും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് വീണ്ടും എൻ്റെ ഫിംഗറല്ല, എൻ്റെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് അപ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ച് ചെയ്ത് കൊടുക്കുന്നത്. കയ്യിലേക്ക് മുക്കാൽ ക്രീമും കാര്യങ്ങളെല്ലാം പിടിച്ച് അബ്സോർബായി പോവും. അതുകൊണ്ടാണ് നമ്മളോട് കൈ യൂസ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഫിംഗർ മാത്രം 2 ഫിംഗർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാനൊക്കെ പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് ഐബ്രോസാണ്. ഐബ്രോ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് തന്നെ ബ്രഷ് ഇല്ലാത്ത ഐബ്രോ ആയതുകൊണ്ട് കുറച്ച് ടഫായിരുന്നു. എന്നാലും ഞാൻ ചെയ്തു. അവസാനം കണ്ടപ്പോൾ ഇച്ചിരി കട്ടി കൂടിപ്പോയോ, ദിഗംബരൻ്റെ ലുക്ക് ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചെങ്കിലും പിന്നെ വിചാരിച്ച് കുഴപ്പമില്ല അല്ലേ, ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ സെറ്റാവുമെന്ന് വിചാരിച്ച്. ഓക്കെ, അതിന് ശേഷം ഞാൻ ഐലൈനർ എടുത്തു. ഡാസ്ലറിൻ്റെ ഐലൈനർ. എന്നിട്ട് നമുക്ക് നല്ലപോലെ വാലിട്ടി കണ്ണെല്ലാം എഴുതാം. തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കുറച്ച് ടൈറ്റായിരുന്നു. അതുകൊണ്ട് ഞാൻ കടിച്ച് തുറന്നു. എന്നിട്ട് നമുക്ക് കണ്ണൊക്കെ പതുക്കെ ഇങ്ങനെ എഴുതി കൊടുക്കാം. കണ്ണാടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. കണ്ണാടി പിന്നെ എടുത്തു. എന്നിട്ട് കണ്ണാടി നോക്കിയതാ ഞാൻ കണ്ണെഴുതുവാണ്. താഴെയും മേലെയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ കണ്ണെഴുതിയിട്ട്? രസമുണ്ടോ? എനിക്ക് ഇഷ്ടമായി. എന്താ പറയുക, ഓവറും അല്ല കുറവും അല്ലാത്തൊരു നോർമലായിട്ട് എഴുതി. അതിനുശേഷം ഞാൻ അതേ ഐലൈനർ വെച്ചിട്ട് തന്നെ എൻ്റെ ലാഷസ് ചെയ്ത് കൊടുക്കുകയാണ്. വേറെ ഒന്നല്ല, എൻ്റെ കയ്യിൽ മസ്കാര ഉണ്ടായിരുന്നില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ മസ്കാര സാധനങ്ങളെല്ലാം അവിടെ വെച്ച് മറന്നിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ മസ്കാര ഉണ്ടായിട്ടില്ല. സോ അതിന് പകരം ഞാൻ ഈ ഒരു ഐലൈനർ വെച്ചിട്ട് ലാഷസ് സെറ്റ് ചെയ്ത് കൊടുത്തു. കുഴപ്പമില്ല, കണ്ടിട്ട് കുഴപ്പമില്ലാത്ത പോലെ തോന്നി. അതിനുശേഷം ലിപ്സ്റ്റിക്ക് എടുത്തു. മിനി ലിപ്സ്റ്റിക്സിൽ നിന്ന് ഒരു ഷെയ്ഡ് എടുത്തു. ഷെയ്ഡ് നമ്പറും നെയിമോ ഒന്നും അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനതിവിടെ പറയുന്നില്ല. ഓക്കെ, അതിന് ശേഷം ഒരു ഭയങ്കര ഡാർക്കും അല്ല ഭയങ്കര ന്യൂഡും അല്ലാത്തൊരു പിങ്ക്. എനിക്കിഷ്ടമാണ് ഇപ്പോൾ പിങ്ക് റെഡൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഫേസ് കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് നിൽക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് ലിപ്സ്റ്റിക്കായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം കുറച്ച് ബ്ലഷും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് മിനി ലിപ്സ്റ്റിക്കിൽ നിന്ന് തന്നെ വേറൊരു ഷെയ്ഡാണ്. എന്താ പറയുക, ഒരു വയലറ്റ് പിങ്കൊക്കെ കൂടിയിട്ടുള്ളൊരു ഷെയ്ഡ് വെച്ചിട്ട് ചെറുതായിട്ട് ബ്ലഷ് പോലെ ആക്കി കൊടുത്ത്. എന്നിട്ട് അത് ബ്ലഷ് ഇടുമ്പോൾ പിന്നെ മൂക്കിലും താടിയിലും ഒക്കെ ഇടുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയാണ്. എനിക്കിഷ്ടമാണ് ഈ മൂക്കൊക്കെ ഇങ്ങനെ ചുമന്നിരിക്കുന്നത്. അപ്പോൾ മൂക്കിലും താടിയിലൊക്കെ കുറച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാൻ മൊത്തത്തിൽ ചുമന്നിരിക്കട്ടെ എന്ന് വിചാരിച്ച്. ഗൈസ്, അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിക്കുന്നത്. ഐ ഷാഡോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഐ ഷാഡോ ഇടാണ്ടാണ് കണ്ണെല്ലാം എഴുതി സെറ്റ് ചെയ്തത് കേട്ടോ. പക്ഷേ എനിക്ക് ഐ ഷാഡോ ഇടാണ്ടിരിക്കാനും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഐലൈനർ എഴുതിയാലും കുഴപ്പമില്ല, ഞാൻ ഇച്ചിരി ഇടുമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടു. അതിന് ശേഷം അതേ പാലറ്റിൽ നിന്ന് തന്നെ ഒരു ഹൈലൈറ്ററിൻ്റെ ഒക്കെ ഷെയ്ഡ് വരുന്നൊരു സാധനം ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് ഇതെടുത്തിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടാവും എന്നറിയില്ലല്ലോ വിചാരിച്ചിട്ട് ഞാനതൊന്ന് ഹൈലൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. 2 ചീക്സിലും ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആ നോസിൻ്റെ ആ ഒരു ഭാഗത്തും കൂടെ ഒന്ന് ഷേപ്പ് ആവുന്ന രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. എനിക്ക് ഐ ഷാഡോ ഒന്നും തോന്നില്ല കേട്ടോ. ശരിക്കും ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുത്ത പോലെ തന്നെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, എനിക്കിഷ്ടമായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ കിട്ടുമെന്ന്, ഞാൻ വിചാരിച്ചില്ല. നല്ലപോലെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഐലൈനർ വെച്ചിട്ട് തന്നെ ഒരു പൊട്ട് തൊടാമെന്ന് വിചാരിച്ചു. പൊട്ട് ആദ്യം തൊട്ടപ്പോൾ കുറച്ച് വലുതായിപ്പോയി. അത് എന്നെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പം ഞാൻ തോർത്ത് വെച്ചിട്ടത് തുടച്ച് കളഞ്ഞു. എന്നെപ്പോലെ എത്ര പേരുണ്ട് ഇങ്ങനെ തോർത്ത് വെച്ച് എന്താ പറയുക, മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? കമൻറ്റ് ചെയ്യൂ. അപ്പം അതിന് ശേഷം ഞാൻ അതേ ഐലൈനർ വെച്ചിട്ട് കുഞ്ഞ് ഡോട്ട് ഇട്ട് കൊടുത്തു പൊട്ട്. അപ്പോൾ സെറ്റായി. മുഖമെല്ലാം സെറ്റാണ്. ഇനി നമുക്ക് ഹെയറും അതുപോലെ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യണം. ഇതാണ് എൻ്റെ ധാവണി.
ഞാൻ ഈ ധാവണി എവിടുന്നാണ് വാങ്ങിയിട്ടുള്ളതെന്നൊക്കെ, ഇതിൻ്റെ റേറ്റ് എത്രയാണ്, ഇതൊക്കെ മുമ്പ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക, അതിലുണ്ടാവും ലിങ്ക്, എൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ. സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് ബ്ലൗസും അതുപോലെ സ്കേർട്ടും ഞാൻ ചെയ്യിപ്പിച്ചെടുത്തതാണ്. എൻ്റെ അമ്മ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.